2020 ഫെബ്രുവരി 23 മോൾ ഉണ്ടാവുന്നത്. അപ്പൊ അത്രയും നാള് ഞാനത് സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് 4ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്കാണ് മോള് നിൽക്കാനൊക്കെ പ്രായമായി, ഒരു വയസ്സ് 1.25 അങ്ങോട്ട് ആയി തുടങ്ങിയപ്പം ഞാൻ ഈ ഡ്രസ്സ് ഞാൻ തന്നെ സംസീർക്ക് കാണാതെ വീട്ടിൽ ഇരുന്ന് സ്റ്റിച്ച് ചെയ്ത് എൻ്റെ ഡ്രസ്സിന്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി ഞങ്ങള് കാലിക്കറ്റ് ഒരു റിസോർട്ടല്ല ഒരു സ്റ്റേക്കേഷൻ സ്ഥലത്ത് പോയിട്ട് ജസ്റ്റ് സംസീർക്കാനെ ചായ കുടിക്കാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പറഞ്ഞു വിട്ടു. റെഡി ആയിട്ട് സംസീർക്ക പിന്നെ വരുമ്പം കാണുന്നത് ഞാനും ആ ഗൗൺ ഇട്ട് വെഡിങ് ഡ്രസ് ഇട്ട് ഐഷുമ്മയും ആ കുഞ്ഞ് മിനിയേച്ചർ ഡ്രസ് ഇട്ട് നിൽക്കുന്നതാ. എന്ത് സംഭവം അറിയോ, സമയം കുറേ ആയി, സാമിക്കാനെ വെയിറ്റ് ചെയ്ത് സർപ്രൈസ് ഇപ്പൊ ശരിക്കും എനിക്കാ കിട്ടിയത്. ബാക്കി വേർഷൻ ആ കാണുന്നോട്ട് പറയൂ. എന്നെ ഞാൻ വിചാരിച്ചു ആ ഡ്രസ്സിൽ കാണുമ്പോ ഓടി വന്ന് എന്നെ ഹഗ് ചെയ്തിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറയും. ഇത് നേരെ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ഐഷുമാന്ന് പറഞ്ഞു ഐഷുവിനെ എടുത്തോണ്ട് പോയി. അപ്പൊ ഞാനിവിടെ എന്താ, ഞാൻ ആരാ ചേട്ടാ, ഞാൻ പൊട്ടനാ? കണ്ടോ, വന്നിട്ട് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് വന്നിട്ട് എടുത്തതും ഉമ്മ എടുത്തതൊക്കെ ഐശ്വര്യ, എനിക്കൊന്നും ഹാപ്പി ആനിവേഴ്സറി. ഇതായിരുന്നു സെറ്റപ്പ്. ലവ് മാരേജ് ആണ്? ലവ് മാരേജ് ആണോന്ന് പറയാൻ പറ്റുമോ അറിയില്ല. എന്തായിരുന്നു ആ കഥ? നിങ്ങൾ ഒന്നിക്കുന്ന ഒരു കഥ എന്തായിരുന്നു? എന്താ പറയാ, കോമൺ ആയിട്ട് കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ ഒരു ഇതിലാണ് നമ്മൾ കണക്ട് ആകുന്നത്, ടു ബി ഓണസ്റ്റ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നു, നമ്മൾ ഫ്രണ്ട്സായി, പിന്നെയാണ് കല്യാണത്തിലേക്ക് ഇതിലേക്കൊക്കെ പോകുന്നത്. ഭയങ്കര വലിയ ലവ് സ്റ്റോറി ഒന്നും ഇല്ല. കല്യാണത്തിന് ശേഷം പ്രണയിച്ചു. അങ്ങനെയും പറയാം. അല്ല, ശരിക്കും നേരത്തെ ചോദിച്ചതുപോലെ പാട്ട് തന്നെയായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ പാടുന്നല്ലോ, അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എൻ്റെ ഫാദർ വാപ്പച്ചി നന്നായി പാടുമായിരുന്നു. വാപ്പച്ചി ഉള്ള സമയത്ത്, ഇപ്പം ഇല്ല, ഉള്ള സമയത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നന്നായി പാടുന്ന കലയെ സ്നേഹിക്കുന്ന ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് വാപ്പ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും വാപ്പയുടെ ഒരു ആഗ്രഹം എനിക്ക് നടന്നു വേണം പറയാനായിട്ട്. അപ്പൊ ഉണ്ടെങ്കിൽ പറഞ്ഞേ, ഓ ലക്കി ഗേൾ. ശരിയാണ്. അതെ 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 അതെ, അതിലൊരു മാറ്റം. അവളെ ഏതായാലും പറയില്ല, ഞാൻ സ്വന്തമായിട്ട് പറയട്ടെ. എങ്കിലും ഈ കല്യാണം കഴിക്കാം എന്നൊരു തീരുമാനത്തിൽ എത്തുന്ന സമയത്ത് എങ്കിലും നമുക്കൊരു പാട്ടൊരു ഇഷ്ടപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷെ ക്യാരക്ടറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താ? ഭയങ്കര ക്ഷമയാണ്, ഭയങ്കര പേഷ്യൻസ് ആണ് എനിക്കില്ലാത്തതും. അല്ല, ഇവള് ഭയങ്കര കെയറിങ് ആണ്. എന്താ പറയാ, അതാണ് മെയിനായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യം. ഭൂമി കുലുങ്ങിയാലും ആള് കൂളാണ്. ഞാൻ നേരെ തിരിച്ചാ, ചെറിയൊരു സൈറൻ കേട്ടാ മതി ഞാൻ പാനിക്കാവും. സംസാരിക്ക ഇറ്റ്സ് ഓക്കെ, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, ഇത് വന്നാ ഇത്രേ വരുള്ളൂ, അതിനെന്താ സാരമില്ല. ഞാൻ ഫ്ലൈറ്റിലൊക്കെ പോണ സമയത്ത് എനിക്ക് ആദ്യമേ ഒന്നും പേടിയില്ലായിരുന്നു. ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഭയങ്കര പേടിയാണ്. കാര്യം ഫ്ലൈറ്റിൽ കയറുമ്പോൾ എനിക്കറിയില്ല, ആഫ്റ്റർ ഡെലിവറി പേടിയാണ്. അപ്പോൾ മൂപ്പരാൾ ഇനി ടർബുലൻസ് ഒക്കെ വന്നാലും, ഇനി എന്ത് പ്രശ്നം വന്നാലും ആള് ഭയങ്കര കൂളാണ്. ആ ഒരു കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും സംസീർക്കയുടെ ക്യാരക്ടർ എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്ത് പ്രശ്നം വന്നാലും ആള് കൂളാണ്, ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യും. എനിക്ക് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാള്, വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാള്, ആ ഒരു കോംബോ ആണ്. നിങ്ങൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ എക്സ്ട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ മൂഡ് മാറും. ഞാൻ ആംബിവേർട്ട് ആണ് ആക്ച്വലി. ഓക്കെ. പിന്നെ പെട്ടെന്ന് എല്ലാവരോടും ഫ്രണ്ട്ഷിപ്പ് ആവും, നല്ലോണം സംസാരിക്കും. സോഷ്യൽ എനർജി പെട്ടെന്ന് ഡൗൺ ആവുകയും ചെയ്യും. ഇരിപ്പിന് സ്വിച്ച് ഇട്ട പോലെ ഇങ്ങനെയാവും, ഇങ്ങനെ ഇരുന്നാൾ ഇങ്ങനെയാവും. എന്താന്ന് റീസൺ ചോദിച്ചാൽ എനിക്ക് അറിയണ്ടാവില്ല പറയാൻ. ഓക്കെ. പക്ഷെ അതെനിക്ക് ഫീൽ ചെയ്തു, ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ ഭയങ്കര ഒരു സ്നേഹപ്രകടനം ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. നമ്മൾ ഒരു തവണ കണ്ടാലും നമുക്ക് ആളെ ഭയങ്കരമായിട്ട് മറക്കില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു തോന്നി. ഞാൻ പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവും, അതേപോലെ പണിയും കിട്ടും. പണികൾ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. സ്ഥിരം പരിപാടിയാണ്. പണികൾ ഏറ്റുവാങ്ങാൻ ഇനിയും എന്റെ ജീവിതം ബാക്കിയാണ്.
പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവും എല്ലാവരുമായിട്ടും. ഈ ലൈഫിൽ എപ്പോഴെങ്കിലും നമുക്ക് എപ്പോഴും അങ്ങനത്തെ ഒരാളുകൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കഥയുണ്ടാവും, ഞാൻ എപ്പോഴും പണിവായി കൂട്ടും ഈ ഒരു കാരണത്തില്, പക്ഷെ പിന്നീട് ഭയങ്കര കുറച്ച് സൗഹൃദമായിട്ട് പിന്നീട് മാറും എന്നൊക്കെ. അത് പഠിച്ച ആൾക്കാര്, ഞാനിപ്പോഴും പഠിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ അത് പഠിച്ചിട്ടില്ല, പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല, അതാണ് എന്റെ അവസ്ഥ. ശരിക്കും നമ്മളിപ്പോ യൂട്യൂബ് വീഡിയോസിലൂടെയും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് നിങ്ങളെ രണ്ടുപേരും നമുക്ക് അറിയാം. ശരിക്കും നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്? ഇന്റർവ്യൂ കാണുന്നവർക്ക് അറിയണമെന്നുണ്ട്, ശരിക്കും എന്താണ് ജോലി, എന്താണ് ചെയ്യണേ, ശരിക്കും എന്താ പഠിച്ചേ, ആരാണ് നിങ്ങൾ? ഞാൻ ആക്ച്വലി ഒരു ടെലികോം പ്രൊഡക്റ്റ് മാനേജറാണ്. UK ഓൾമോസ്റ്റ് 8 years ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ബൈ പ്രൊഫഷൻ ഒരു ടെലികോം പ്രൊഡക്റ്റ് മാനേജറാണ്. UK US വർക്ക് ചെയ്യായിരുന്നു. പിന്നെ ബൈ പാഷൻ ഒരു സിംഗറാണ്. നമ്മൾ സ്കൂൾ ടൈമിലെ പാടുന്നുണ്ട്, ഇവൻസുകളിലും കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. റിയാലിറ്റി ഷോ വിന്നറാണ്. അപ്പോൾ ബാംഗ്ലൂരിലാണ് ഡിഗ്രി ചെയ്തത്. അപ്പോൾ അവിടെ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു, ഒരു റിയാലിറ്റി ഷോ വിന്നറായിരുന്നു. അത് കഴിഞ്ഞിട്ട് UK മാസ്റ്റേഴ്സ് ചെയ്യാൻ പോയിട്ട് പിന്നെ അവിടെ സെറ്റിൽ ആയതാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഫാഷൻ ഡിസൈനറാണ് ബൈ പ്രൊഫഷൻ. ബാച്ചലർ ഓഫ് ഫാഷൻ ടെക്നോളജി പഠിച്ചു, ദെൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു. നാട്ടിൽ ഒട്ടുമിക്ക ചാനൽസിൽ വർക്ക് ചെയ്തിരുന്നു ബിഫോർ മാരേജ്. പിന്നെ സെലിബ്രിറ്റീസിന് ഡിസൈൻ ചെയ്യാൻ, ഔട്ട്ഫിറ്റ് ചെയ്യാനും സ്റ്റൈലിങ് ചെയ്യാനും ഒക്കെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കുറേ സെലിബ്രിറ്റീസിന്. പിന്നെ കല്യാണം കഴിഞ്ഞു, UK പോയി, അവിടെ ബ്യൂട്ടി കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഇപ്പോൾ നാട്ടിൽ വന്നു, നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ പോകുന്നു. ഹാപ്പി ആയിട്ട് പോകുന്നു, അൽഹംദുലില്ലാ. ഇപ്പം ഈ സിംഗറാണ്, ഓൾറെഡി വിന്നറാണ് ഒരു റിയാലിറ്റി ഷോയുടെ. ആൻഡ് ഈ നമ്മുടെ ജോലിയുടെ കൂടെ തന്നെ നമ്മുടെ പാഷനും കൊണ്ടുപോവുക എന്ന് പറയുന്നത് എളുപ്പമല്ല സത്യത്തിൽ. കാരണം അത്രയും നമ്മൾ 100% ഇടണം, അല്ലെങ്കിൽ അതിന് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം. അതെങ്ങനെയാണ് രണ്ടും മാനേജ് ചെയ്തു പോകുന്നത്? മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട്, മനസ്സിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴൊക്കെ ചാൻസ് കിട്ടുന്നു അപ്പോൾ അതിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ UK വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ വീക്കെൻഡ്സിലൊക്കെ കവേഴ്സായിട്ടും നമ്മളുടെ സോങ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഷോസ് ചെയ്യുമ്പോൾ മാക്സിമം അതിലേക്ക് ഇൻപുട്ട് ഇടാനും, അങ്ങനെ മാക്സിമം എപ്പോഴൊക്കെ നമുക്ക് പറ്റും അപ്പോഴൊക്കെ അത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. ഇനിയിപ്പോൾ ഒരു ഗ്യാപ്പ് വന്നാലും നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഓക്കെ, അത് എന്താ പറയുക, അത്രയും ഡീപ്പായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ തിരിച്ചതിലേക്ക് തന്നെ എങ്ങനെയെങ്കിലും വരും. അതാണ് ഫസ്റ്റ് ലവ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഡു യു ലവ് മീ ചോദിച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് ലവ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക് ആണ്, വേറെ ഒന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇനി എന്തുള്ളൂ. ഓക്കെ. ഇപ്പോൾ കുറച്ച് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് എന്താ അത്ര തന്നെ ഫോക്കസ്ഡ് അല്ല ടു ബി ഓണസ്റ്റ്. ബട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും കവേഴ്സായിട്ടും നമ്മുടെ 2-3 സോങ്സ് നമ്മൾ ഒറിജിനൽ സോങ്സ് വരുന്നുണ്ട്, അതിന്മേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം നമ്മളിപ്പോൾ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് തീർക്കുന്ന ഇപ്പോൾ 3-4 മാസം എടുക്കുന്നുണ്ട്. അതാണ് സത്യം. എസ്പെഷ്യലി മോളുടെ കാര്യം, നമ്മുടെ ബിസിനസ്, കണ്ടന്റ് ക്രിയേഷൻ, പിന്നെ വർക്ക്, വീട്ടിലെ കാര്യങ്ങള്, ഇതെല്ലാം കൂടെ വരുമ്പോൾ ചിലപ്പം ഈ പറഞ്ഞ പ്രയോറിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കൊണ്ട് അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നു. എന്നാലും ചെയ്യുന്നുണ്ട്, ഷോസ് ചെയ്യുന്നുണ്ട്, ഇനി ഉഷാറായി ചെയ്യണമെന്നുണ്ട്. നമ്മളുടെ കാര്യങ്ങൾ ഇപ്പോൾ ഷോസ് ആണെങ്കിലും നമ്മുടെ ഓൺ സോങ്സ് ആണെങ്കിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് സാധനങ്ങൾ ചെയ്യണമെന്നുണ്ട്. സാം ദസീർ ലൈവ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് ഉണ്ട്, അപ്പം അതിൽ ഷോസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കറന്റ്ലി ഇപ്പോൾ ഷോസ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ ലൈക്ക് അവർ പെർഫോം ചെയ്യാൻ പോകുന്നുണ്ട്. ഓൾറെഡി ഓൺ സോങ്സ് ഓൾറെഡി ഹിറ്റ് ആയതിനു ശേഷം നമുക്കൊരു പ്രതീക്ഷയാണ് നിങ്ങൾ ഇനിയും ചെയ്യുന്നത് അടിപൊളിയായിരിക്കുന്നത്. ആ പ്രതീക്ഷ എപ്പോഴും നിങ്ങൾക്ക് ഒരു ടെൻഷൻ ആവാറുണ്ടോ? അങ്ങനെ ഇല്ല. ഞങ്ങൾക്ക് നല്ല നല്ല കോണ്ടന്റ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ പ്രയോറിറ്റി മോള് വന്നതിന് ശേഷം അവളുടെ കാര്യങ്ങളിലായി കൂടുതൽ പ്രയോറിറ്റി നമ്മുടെ അങ്ങനെ ചേഞ്ച് ആയതുകൊണ്ടുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആക്ച്വലി ടെൻഷനും അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ രണ്ടുപേരും എൻജോയ് ചെയ്തിട്ട് എത്തുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിന്റെ മുകളിൽ ടെൻഷനൊന്നും ഇല്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ.